കോട്ടയം കുമാരനെല്ലൂരുണ്ടായ ബൈക്ക് അപകടത്തിൽ 25 വയസ്സുകാരന് ദാരുണാന്ത്യം. ഇന്നലെ രാത്രിയിൽ MC റോഡിൽ കുമാരനെല്ലൂരിലാണ് ഈ അപകടമുണ്ടാകുന്നത്. എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള രോഹിത് എന്ന 25 വയസ്സുകാരനാണ് ഈ അപകടത്തിൽ മരിച്ചത്. ബൈക്കും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. രോഹിത്തും മറ്റൊരു സുഹൃത്തുമാണ് ഈ ബൈക്കിൽ യാത്ര ചെയ്തത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും ഗുരുതര പരിക്കുകളുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. അർദ്ധരാത്രി ഏതാണ്ട് 12 മണിക്ക് ശേഷമാണ് ഈ അപകടമുണ്ടായതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോട്ടയം ഭാഗത്തേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു രോഹിത്തും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും. എതിർദിശയിൽ നിന്ന് വന്ന ഈ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇത് കോട്ടയം സ്വദേശിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള കാറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ, രക്ഷാപ്രവർത്തനത്തിനടക്കം മുന്നിൽ നിന്ന് ആളുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇരുചക്ര വാഹനം അമിത വേഗതയിലാണ് എത്തിയത് എന്നാണ് അവർ പറയുന്നത്. അമിത വേഗതയിൽ തെറ്റായ ദിശയിലെത്തിയ ഇരുചക്ര വാഹനം ഈ കാറിൻ്റെ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഉടൻ തന്നെ തൽക്ഷണം തന്നെ രോഹിത്ത് മരണപ്പെടുന്നു. രോഹിത്തിന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ എത്രയും വേഗം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. രോഹിത്തിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ വാഹനം ഓടിച്ചിരുന്ന രോഹിത്ത് ഹെൽമറ്റ് ധരിച്ചിരുന്നു, എന്നാൽ പിന്നിലിരുന്ന ആൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈ സ്ഥലത്ത് ആ സമയത്തുണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത്. എന്താണെങ്കിലും യുവാവിൻ്റെ ജീവൻ, വളരെ വിലപ്പെട്ട ഒരു ജീവനാണ് ഈ അപകടത്തിൽ നഷ്ടമായിരിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന വ്യക്തി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ഈ രോഹിത്തും സുഹൃത്തും കോട്ടയം ഭാഗത്തേക്കാണ് യാത്ര ചെയ്തു പോയത്. ഈ കാർ കോട്ടയം ഭാഗത്തു നിന്നും ഏറ്റുമാനൂർ ഭാഗത്തേക്കാണ് ഈ കാർ എത്തിയത്. തെറ്റായ ദിശയിലാണ്, റോങ് സൈഡ് കയറിയാണ് ഈ ബൈക്ക് എത്തിയത്. ബൈക്ക് എത്തി കാറിൻ്റെ ഇടതുഭാഗത്തേക്കാണ് ഈ ബൈക്ക് ഇടിച്ചു കയറിയത്. അമിത വേഗതയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഇത് സ്ഥിരം അപകടം ഉണ്ടാകുന്നൊരു മേഖലയാണ്. കഴിഞ്ഞ ദിവസവും ഇവിടെ അപകടം സംഭവിച്ചിരുന്നു. എന്താണെങ്കിലും ഈ ഒരു അമിത വേഗത തന്നെയാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചതും ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയതുമെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്ത മറ്റൊരു യുവാവ് ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. കോട്ടയത്തു നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.